മണിയുടെ ഏറ്റവും മികച്ച ഹാസ്യ കഥാപാത്രം സമറിൻ ബെത്ലഹേമും ഏറ്റവും മികച്ച നായക കഥാപാത്രം ആയിരത്തിലൊരുവനും നമുക്ക് സമ്മാനിച്ച ആദരണീയനായ സിബി മലയിലിനെ മുഖ്യപ്രഭാഷണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിൻസിപ്പൽ ചെയർമാൻ ശ്രീ എബി ജോർജ്, ബഹുമാന്യ ചാലക്കുടിയുടെ MP ശ്രീ ബെന്നി ബെഹ്നാൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, കലാഭവൻ മണിയില്ലാത്ത ചാലക്കുടി, കലാഭവൻ മണിയില്ലാത്ത മലയാള സിനിമ 8 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. മണിയെ ഞാൻ ആദ്യമായി കണ്ടിട്ട് പരിചയപ്പെട്ടിട്ട് 34 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. 1994 ഞാൻ എൻ്റെ അക്ഷരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളത്ത് നടക്കുമ്പോൾ ആ സിനിമയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കേണ്ട ഒരു കഥാപാത്രമുണ്ടായിരുന്നു. ഒറ്റ സീനിൽ മാത്രം വരുന്ന കഥാപാത്രമാണ്. അപ്പം അതിനായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സീൻ എടുക്കേണ്ട ദിവസം അടുത്തു വരികയാണ്. അതിന് പറ്റിയ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഓട്ടോറിക്ഷ ഓടിക്കാൻ നമുക്ക് ഒരുപാട് പേരെ കിട്ടും. പക്ഷേ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് ഡയലോഗ് പറഞ്ഞ് എറണാകുളത്തെ തിരക്കുള്ള വീഥിയിലൂടെ പോകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ ഇയാൾ പുറകോട്ടേക്ക് തിരിഞ്ഞ് യാത്ര ചെയ്യുന്ന നായക കഥാപാത്രത്തോട് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി എപ്പോഴും ഒരു നായകനാണ് അഭിനയിക്കുന്നത്. അവരുടെ സുരക്ഷ ഇതെല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് അന്ന് എൻ്റെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന സുന്ദർദാസ് പറയുന്നത്, ചാലക്കുടിയിൽ ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കുന്ന ഒരു മിമിക്രി കലാകാരനുണ്ട്, അയാൾ നന്നായിട്ട് ചെയ്യും സാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് വിളിക്കൂ, അയാളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളത്തെ എൻ്റെ ലൊക്കേഷനിലേക്ക് അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ എത്തുകയാണ്. ഓട്ടോറിക്ഷ ഓടിച്ച് തന്നെയാണ് വന്നത്. ഒരു മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ഒരാളാണ്. ഞാൻ ചോദിച്ചു, ഓട്ടോറിക്ഷ ഓടിക്കുമോ? സാർ, എൻ്റെ ജോലി ഏതാണ്, ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കും, മിമിക്രി ചെയ്യും. ഞാൻ ഡയലോഗ് പറയുമോ? പറയാം സാർ. അങ്ങനെ ഇവർ ഡയലോഗുകൾ കൊടുക്കുന്നു, അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ്. മണി ഡയലോഗ് പറഞ്ഞ് അവർക്ക് തൃപ്തിയായി. അങ്ങനെ ഷൂട്ടിംഗ് ദിവസം വരാനുള്ള നിർദ്ദേശം കൊടുത്തു. ഒരു ദിവസം രാവിലെ എറണാകുളത്ത് പാലാരിവട്ടം ജംഗ്ഷനിലാണ് ഷൂട്ട് ചെയ്യേണ്ടത്. നല്ല തിരക്കുള്ള ഒരു സമയമാണത്. അപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ തയ്യാറായി വന്നു. മണിയെയും സുരേഷ് ഗോപിയെയും ഞാൻ വിളിച്ച് അവർക്കുള്ള ഡയലോഗുകളൊക്കെ കൊടുത്തു. അത് പറഞ്ഞു കേട്ടു, എനിക്ക് തൃപ്തിയായി. ഇനി ഷോട്ട് എടുക്കേണ്ട ഒരു സമയമായി. മണി ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നു, സുരേഷും കയറിയിരുന്നു. ഞാൻ ഇത് തിരക്കുള്ള റോഡായതുകൊണ്ട് നമുക്ക് ആവർത്തിച്ച് ടേക്കിലെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കഴിയുന്ന ഒറ്റ ടേക്കിൽ ഇത് ഓക്കെ ആയി പോകണമെന്നുണ്ട്. മണിയപ്പോൾ എനിക്ക് തോന്നുന്നു മണി സർവ്വദൈവങ്ങളെയും പ്രാർത്ഥിച്ച് ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നു. ഞാൻ ക്യാമറ വെച്ചു, സ്റ്റാർട്ട് പറഞ്ഞു, ആക്ഷൻ പറഞ്ഞു. മണി ഓട്ടോറിക്ഷയുടെ ലിവർ വലിച്ചു, ലിവർ ഒടിഞ്ഞ് കയ്യിലിരുന്നു. മണിയുടെ മുഖം വല്ലാതെ വെള്ളറി, എന്ത് ചെയ്യണമെന്നറിയാതെ. കാരണം ഒരാളെ സംബന്ധിച്ചോളം ജീവിതത്തിൽ വന്ന ഏറ്റവും ഒരു മികച്ച അവസരം ഇല്ലാതായി പോകുമോ എന്നുള്ളൊരു ആശങ്ക മണിയുടെ മുഖത്ത് ഞാൻ കണ്ടു. അന്നൊക്കെ ലിവർ വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓട്ടോയാണ്. ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊടിഞ്ഞ് കയ്യിലിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് മണിക്കും അറിയില്ല, എനിക്കും അറിയില്ല. അപ്പോൾ മണി പറഞ്ഞു, സാർ ഞാൻ സ്റ്റാർട്ട് ചെയ്തോളാം, സാർ എടുത്തോളൂ, കുഴപ്പമില്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെ മണി ആ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു, ഓടി. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഫസ്റ്റ് ടേക്കിൽ തന്നെ അത് ഓക്കെ ആയി. ആ ഓട്ടോറിക്ഷ ഓടിച്ച് മണി പിന്നീട് മുന്നോട്ട് പോയത് മലയാള സിനിമയുടെ ഔന്നത്യങ്ങളിലേക്ക് തന്നെയാണ്.
പിന്നീട് ഞാൻ മണിയെ കാണുന്നതും ഒരു വർഷത്തിന് ശേഷം ഇതേപോലെ ഒരു ഉയരത്തിലാണ്, ഒരു തെങ്ങിൻ്റെ മുകളിലാണ്. സുന്ദർദാസിൻ്റെ ആദ്യ ചിത്രം സല്ലാപത്തിൻ്റെ ഷൂട്ടിങ്ങിന് അദ്ദേഹത്തെ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഒരു മോറൽ സപ്പോർട്ടറായിട്ട് അവിടെ ഉണ്ടാവണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ അവിടെ ചെല്ലുകയും അതിൻ്റെ നിർമ്മാതാവ്, കിരീടത്തിൻ്റെ നിർമ്മാതാവ് കൃഷ്ണകുമാർ ഉണ്ണിയാണ്, എഴുതിയിരിക്കുന്നത് ലോഹിതദാസാണ്. അപ്പം എന്നെ സംബന്ധിച്ചോളം വളരെ ഒരു കംഫർട്ടബിളായിട്ടുള്ളൊരു ലൊക്കേഷനാണത്. അപ്പോൾ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ, ഞാൻ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് മണി ഈ തെങ്ങിൻ്റെ മുകളിലിരിക്കുകയാണ്. താഴെ മഞ്ജു വാര്യരുണ്ട്. അവർ തമ്മിൽ നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു വിഷ്വൽ ഇവിടെ കണ്ടിരുന്നു. അങ്ങനെ ആ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് പിന്നെ മണി താഴേക്ക് വന്നെന്ന് അറിയത്തില്ല. പിന്നെയും ഉയരങ്ങളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് 2-3 വർഷങ്ങൾക്ക് ശേഷം 1998 ഞാൻ സമ്മർ ഇൻ ബെത്ലഹേം എന്ന സിനിമയുടെ ഷൂട്ടിങ് ഊട്ടിയിൽ തുടങ്ങിയപ്പോൾ ജയറാമിൻ്റെയും സുരേഷ് ഗോപിയുടെയും കൂടെ അഭിനയിക്കേണ്ട ഒരു കഥാപാത്രമുണ്ട്, മോനായിയായിട്ട് അഭിനയിക്കാനായിട്ട് അന്ന് നമ്മൾ ആദ്യമായിട്ട് തീരുമാനിച്ചത് കുതിരവട്ടം പപ്പുച്ചേട്ടനെയാണ്. ഷൂട്ടിങ് തുടങ്ങി ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തത് മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറയുന്ന പാട്ടാണ്. ആ പാട്ട് ആദ്യം ഷൂട്ട് ചെയ്യാനുള്ള കാരണം, ആ സിനിമയിൽ അവർ താമസിക്കുന്ന വീട്ടിലേക്ക് ജയറാമിൻ്റെ മുത്തച്ഛൻ ഉൾപ്പെടെയുള്ള അതിഥികൾ വരുമ്പോൾ ആ വീട് ഏറ്റവും ഭംഗിയാക്കി ഒരുക്കുക എന്നുള്ളൊരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ പാട്ടിലാണ് ഈ വീട് പെയിൻ്റ് അടിക്കുകയൊക്കെ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ദിവസം ഷൂട്ട് ചെയ്തു. അതിനകത്ത് ഒരു രംഗത്തിൽ, ഒരു ഷോട്ടിൽ, പാട്ടിൻ്റെ ഒരു രംഗത്തിൽ ഒരു സ്റ്റെയർ കേസ് കയറി, ഒരുപാട് സ്റ്റെപ്പുകളുള്ള സ്റ്റെയർ കേസ് കയറി സുരേഷും ജയറാമും പപ്പുച്ചേട്ടനും പാട്ട് പാടിക്കൊണ്ട് ഓടി മുകളിലേക്ക് എത്തണം. 1-2 റിഹേഴ്സൽ കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പുച്ചേട്ടൻ വല്ലാതെ ശ്വാസം മുട്ടിയിരിക്കുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ എനിക്ക് തണുപ്പ് പറ്റത്തില്ല, എനിക്ക് ആസ്മയുടെ പ്രശ്നമുണ്ട്, എന്നെ ഒഴിവാക്കണം, എനിക്ക് ഇവിടെ നിന്നാൽ ചിലപ്പം വല്ലാത്ത ബുദ്ധിമുട്ടാകും, എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ വല്ലാത്ത പ്രതിസന്ധിയിലായി. എന്ത് ചെയ്യും, ഇനിയും ഷൂട്ടിങ് തുടങ്ങിപ്പോയി. പെട്ടെന്നൊരാളെ ഊട്ടി പോലുള്ള സ്ഥലത്തേക്ക് പെട്ടെന്നൊരാളെ എത്തിക്കുക എന്നുള്ളതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പെട്ടെന്ന് ആലോചനയിടയിൽ ഞാനും അതിൻ്റെ നിർമ്മാതാവ് സിയാദ് കോക്കറും ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന മണിയാണ്. മണി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ വിളിച്ചാൽ എത്തിയിരിക്കും, മണിയെ വിളിക്കാമെന്ന് പറഞ്ഞു. മണിയെ വിളിച്ചു. മണി പറഞ്ഞു, സാർ ഞാൻ നാളെ രാവിലെ അവിടെ ഉണ്ട്. മണി വേറെ ഷൂട്ടിങ്ങിലായിരുന്നോ തിരക്കായിരുന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ മണി അടുത്ത ദിവസം രാവിലെ മോനായിയുടെ വേഷവും കെട്ടി ഞാൻ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ട്. ഒരുപക്ഷെ പപ്പുച്ചേട്ടൻ ചെയ്താൽ നന്നാകാമായിരുന്ന ആ വേഷത്തെ മണി ചെയ്തപ്പോൾ നമുക്കറിയില്ല അതെന്തുമാത്രം മികവോടെയാണ് മണി ചെയ്തത്. പപ്പുച്ചേട്ടനേക്കാളും മുകളിൽ ചെയ്തു. പക്ഷേ ആരോഗ്യം കൊണ്ടും അഭിനയവാസന കൊണ്ടും ഒക്കെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന പപ്പുവേട്ടൻ്റെ ആ കഥാപാത്രത്തെ മണി മികവോടെ ആ സിനിമയിൽ മണിയുടെ അഭിനയത്തെക്കുറിച്ച് നേരത്തെ നമ്മുടെ ചെയർമാൻ സൂചിപ്പിക്കുന്നുണ്ടായി. കാരണം അത്തരത്തിൽ ഒരു മറ്റെല്ലാം മാറ്റിവെച്ച്, മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എൻ്റെ ഒരു വെളിപ്പുറത്ത് മണി ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ മണിയെ വെച്ച് നായക കഥാപാത്രങ്ങളായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ 2 സിനിമകൾ ചെയ്തു. എനിക്ക് തോന്നുന്നു 1000-ലൊരുവൻ എന്ന സിനിമയിലെ മണിയുടെ കഥാപാത്രം മണിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയൊരു കഥാപാത്രം തന്നെയാണ്. മണി നമ്മളെ വിട്ട് പിരിയുന്ന ആ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാനും 1000-ലൊരുവൻ്റെ തിരക്കഥാകൃത്ത് ടി.ആർ. റസാഖും കൂടെ ചാലക്കുടി വഴി കടന്നു പോകുമ്പോൾ റസാഖ് പറഞ്ഞു, മണി വീട്ടിലുണ്ട്, നമുക്കൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചാലക്കുടിയിലെ മണിയുടെ വീട്ടിൽ എത്തിയപ്പോൾ മണി എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് കയറണ്ട, ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പിന്നെയും കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. ഇനി ഇവിടെ നിന്ന് വണ്ടി പോവില്ല. അവിടെ നിന്ന് എന്നെ ഒരാൾക്ക് നടന്ന് പോകാവുന്ന ഒരു വഴിയിലൂടെ നടന്ന് ഒരു കുടിലിലേക്ക്, ഒരു ചാർത്തിലേക്ക് കൊണ്ടുപോയി. എവിടുന്ന് ഒരു കസേര ആ കൊച്ചു വരാന്തയിലേക്ക് വലിച്ചിട്ടിട്ട് സാറൊന്നിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു.
സാർ ഞാൻ ഇവിടേക്ക് വരാൻ പറഞ്ഞത്, അന്ന് ഞാൻ സാറിൻ്റെ കാണാനായിട്ട് ഈ വീട്ടിൽ നിന്നാണ് ഓട്ടോറിക്ഷ ഓടിച്ച് അവിടെ എത്തിയത്. ഇവിടേക്ക് സാർ എന്തെങ്കിലും വരണമെന്നുള്ളൊരു എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതിന്ന് സാധിച്ചിരിക്കുന്നു. മണിയെ സംബന്ധിച്ചോളം വന്ന വഴികൾ മറക്കാത്ത, തൻ്റെ കുടുംബത്തെ, വീടിനെ, നാട്ടുകാരെ ആരെയും മറക്കാതെ മരണത്തോളം അവരെല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു വല്ലാത്ത മനുഷ്യ സ്നേഹിയായിരുന്നു. നമ്മൾ പലരെക്കുറിച്ചും സകല കലാവല്ലഭനെന്ന് പറയാറുണ്ട്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ആ വിശേഷണത്തിന് ഏറ്റവും യോഗ്യനായ വ്യക്തി മണി തന്നെയാണ്. മണി മിമിക്രി ചെയ്യും, പാട്ട് പാടും, അഭിനയിക്കും. അഭിനയത്തിൽ തന്നെ നന്നായിട്ട് ഹാസ്യം ചെയ്യും, നന്നായിട്ട് ഇമോഷണലായിട്ടുള്ള സെൻറ്റിമെൻ്റായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യും, ആക്ഷൻ സീൻസ് ചെയ്യും, ഡാൻസ് ചെയ്യും. എന്താണ് മണിയുടെ നിഘണ്ടുവിൽ അസാധ്യം എന്നൊരു വാക്കില്ല. എന്തും ചെയ്യും, ഒരു മടിയുമില്ല. അതിനുവേണ്ടി എന്ത് റിസ്ക്കും എടുക്കും, എന്ത് ത്യാഗവും ചെയ്യും. ഇത്രമാത്രം കമ്മിറ്റഡ് ആയിട്ടുള്ള, ഞാൻ മണിയെ വെച്ച് ചെയ്ത 4 or 5 ചിത്രങ്ങളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്നെയാണ് ഈ പറയുന്നത്. ആ സ്നേഹം, ബഹുമാനം എല്ലാം അവസാന നിമിഷത്തോളം മണി എനിക്ക് നൽകിയിരുന്നു. മണിയുടെ വിയോഗ ദിവസം നമ്മൾ ഇതിനപ്പുറത്തുള്ള മുനിസിപ്പൽ ഓഫീസിൻ്റെ അങ്കണത്തിൽ മണിയുടെ ഭൗതിക ശരീരം കൊണ്ടുവച്ചപ്പോൾ കണ്ട ജനപ്രളയം അത്ഭുതകരമാണ്. ഞങ്ങൾ വന്ന പലർക്കും, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലർക്കും, ഞങ്ങളൊക്കെ മുകളിലിരിക്കുകയായിരുന്നു. താഴേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് അടുത്ത് നിന്ന് മണിയെ ഒന്ന് കാണാനുള്ളൊരു അവസരം ഉണ്ടായില്ല. ഇതുപോലെയൊരു ജനസഞ്ചയത്തെ പിന്നീട് നമ്മൾ കണ്ടത് ഒരുപക്ഷെ ബഹുമാന്യായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത്രമാത്രം ജനകീയനായ, ജനങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ തൻ്റെ സ്നേഹത്തെ പതിപ്പിച്ച, തന്നോട് ചേർത്ത് നിർത്തിയ ആ മഹാനായ കലാകാരനെ ഈ നഗരം എല്ലാ വർഷവും ആദരിക്കുന്നു, ഓർക്കുന്നു. അത് വളരെ വിപുലമായ രീതിയിൽ അദ്ദേഹത്തെ ആദരിച്ച് അനുസ്മരിക്കുന്ന ഈ ഒരു പ്രക്രിയ, ഈ ഒരു ബഹുമാനം നൽകുന്ന ഈ ഒരു കൂടിച്ചേരൽ എല്ലാ വർഷവും തുടർന്നും ഉണ്ടാകണം. അത് ആ മഹാനായ കലാകാരനോട് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവാണ്. അതിന് മുന്നോട്ട് വരുന്ന ഈ ചാലക്കുടിക്കാരായ എല്ലാവരോടും എൻ്റെ സ്നേഹ ബഹുമാനങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ സി ബി മലയിൽ.